ഹലോ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ. ഹലോ. യെസ് സർ, കാണുന്നുണ്ട്. ഓക്കെ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊക്കെ ഒന്ന് നോക്കിയായിരുന്നോ എല്ലാരും? നിങ്ങൾ റിപ്ലൈ തരും കേട്ടോ. ആരെങ്കിലൊക്കെ ആയിട്ട് തന്നാലും മതി, അല്ലെങ്കിൽ 1-to-1 ക്ലാസ് ആയി പോകും. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് ആണ് എടുത്തുകൊണ്ടിരുന്നത്. ഞാൻ ഒന്നുകൂടി എന്ത് ചെയ്യാം, മൾട്ടിപ്ലിക്കേഷൻ ഒന്നുകൂടി പറയാന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. അപ്പൊ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസിന് ഉള്ള കണ്ടീഷൻ ആയിരുന്നു ആദ്യം പറഞ്ഞത്. എന്ത്? നമ്പർ ഓഫ് കോളംസ് ഇൻ ഫസ്റ്റ് മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഇൻ സെക്കൻഡ് മെട്രിക്സ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. അത് അല്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല. അത് ഞാൻ കാണിച്ചു തന്നു. ഫോർ എക്സാമ്പിൾ, ഇങ്ങോട്ടേക്ക് നോക്കിയേ. അതായത് ഇതിലുള്ളത് 3/3 മെട്രിക്സ്, ഇതെന്താണ് 2/3 മെട്രിക്സ്. അപ്പോ നോക്കുമ്പോ എന്തായിരുന്നു കണ്ടീഷൻ? കണ്ടീഷൻ എന്തായിരുന്നു? നമ്പർ ഓഫ് കോളംസ് ഇൻ ഫസ്റ്റ് മെട്രിക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് റോസ് ഇൻ സെക്കൻഡ് മെട്രിക്സ്. അതായത് നമ്പർ ഓഫ് കോളംസ് ഇൻ ഫസ്റ്റ് മെട്രിക്സ്. ഫസ്റ്റ് മെട്രിക്സിലുള്ള നമ്പർ ഓഫ് കോളംസ് ഏതാ? ഈ കാണുന്ന രണ്ടാമത്തത് 3. നമ്പർ ഓഫ് റോസ് ഇൻ സെക്കൻഡ് മെട്രിക്സ് ഏതാ? 2. രണ്ടും ഈക്വൽ ആണോ? അല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവിടെ ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ 1 2 3 ഇത് എങ്ങനെ ആയിരുന്നു? ഇപ്പൊ എ ബി എങ്ങനെയായിരുന്നു കണ്ടുപിടിക്കേണ്ടത്? നമ്മൾ ഫസ്റ്റ് റോ എന്ത് ചെയ്യും, ഫസ്റ്റ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. പിന്നെ ഫസ്റ്റ് റോ സെക്കൻഡ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഫസ്റ്റ് റോ തേർഡ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദെൻ സെക്കൻഡ് റോ ഫസ്റ്റ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സെക്കൻഡ് റോ സെക്കൻഡ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യും. സെക്കൻഡ് റോ തേർഡ് കോളമായിട്ടും മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ശരിക്കും നോക്കുമ്പോൾ ഇപ്പം ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം. ഇപ്പൊ ഇവിടെ 1 2 3 ഉണ്ട്. 1 2 3. ഇവിടെ എന്താ ഉള്ളത്? 1 6. ഇപ്പൊ 1 ഇൻറ്റു 1 2 ഇൻറ്റു 6. പക്ഷെ 3 എന്ന് പറയുന്ന ആൾക്ക് എന്തില്ല, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാൻ ഒരു വാല്യൂ ഇല്ല. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എ ബി കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ, ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ഒന്നുകൂടി പറയാം. വേറൊരു എക്സാമ്പിൾ. Hmm. 8 9 2 3 5. 2/3 മെട്രിക്സ്. സോ എന്ത് വേണം? 3 b equal to ഇത് ഏതാ മെട്രിക്സ്? ഓർഡർ ഏതാ? 1 2 3. 3/2 മെട്രിക്സാ. 3 റോയും 2 കോളമും ഉണ്ട്. സോ എന്തായിരുന്നു പറഞ്ഞേ? നമ്പർ ഓഫ് കോളംസ് ഇൻ ഫസ്റ്റ് ഇവിടെ എത്ര? 3.
നമ്പർ ഓഫ് റോസ് ഇൻ സെക്കൻഡ്, ഇവിടെയും 3. സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെ ചെയ്യാം? എ ബി ഈക്വൽ ടു, ശ്രദ്ധിക്കുക, ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ ഇൻറ്റു സെക്കൻഡ് കോളം, പിന്നെ സെക്കൻഡ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം, സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളം. മനസ്സിലാക്കേണ്ട കാര്യം 2/3 ഇൻറ്റു 3/2, അതായത് എന്റെ ഓർഡർ വരുന്നത് 2/3യും ബിന്റെ ഓർഡർ വരുന്നത് 3/2 ആണ്. അപ്പൊ എ ബിന്റെ ഓർഡർ എന്താ വരിക എന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഫസ്റ്റ് ആയിട്ടുള്ള 2ഉം ബിന്റെ ലാസ്റ്റ് ആയിട്ടുള്ള 2ഉം. അപ്പൊ എ ബിന്റെ മെട്രിക്സ് വരിക 2/2 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത് എങ്ങനെ ചെയ്യാം? ഈ 4 8 9 എന്ത് ചെയ്യണം? 6 4 1 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 5 2 3 ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോളെ ഫസ്റ്റ് റോ കിട്ടുള്ളൂ. അതായത് 4 ഇൻറ്റു 6, ശരിക്കും ശ്രദ്ധിക്കണേ, കൺഫ്യൂഷൻ വരാനുള്ള ഒരു ഭാഗമാണ്, അതുകൊണ്ടാണ് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. നമ്മൾ ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് റോയിലുള്ള ഫസ്റ്റ് എലിമെന്റ് ഏതാണ്? 4. 4 ഇൻറ്റു ഫസ്റ്റ് കോളത്തിലെ ഫസ്റ്റ് എലിമെന്റ് ഏതാ? 6. 4 ഇൻറ്റു 6 പ്ലസ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലിമെന്റ് 8. 8 ഇൻറ്റു ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലിമെന്റ് 8 ഇൻറ്റു 4 പ്ലസ് ഫസ്റ്റ് റോയിലെ തേർഡ് എലിമെന്റ് 9, ഫസ്റ്റ് കോളത്തിലെ തേർഡ് എലിമെന്റ് 1. അതായിരിക്കും എന്ത്? ഇവിടുത്തെ ഒറ്റ എലിമെന്റ്. ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കണം. അടുത്ത സ്റ്റെപ്പിൽ ഇതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. അതായത് നമ്മൾ ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് റോ. ഫസ്റ്റ് റോയിലുള്ള 1 2 3, ഫസ്റ്റ് കോളത്തിലുള്ള 3 എലിമെന്റ്. ഇത് എന്ത് ചെയ്യും? ഇതിനെ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, സെക്കൻഡ് എലിമെന്റിനെ സെക്കൻഡ് എലിമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, തേർഡ് എലിമെന്റിനെ തേർഡ് എലിമെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇതാണ് എന്ത്? ഫസ്റ്റ് എലിമെന്റ് ആയിട്ട് വരുന്നത്, എ ബിയിലെ ഫസ്റ്റ് എലിമെന്റ്. ഇനി സെക്കൻഡ് എലിമെന്റ് എന്താ വരിക? ഈ റോ മാറില്ല, കോൾ എന്താവും? മാറും. ഈ 4 8 9 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 5 2 3. 4 ഇൻറ്റു അടുത്ത എലിമെന്റ് 4 ഇൻറ്റു 5 പ്ലസ് 8 ഇൻറ്റു 2 പ്ലസ്, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എങ്ങനെയും പറഞ്ഞുതരാം. ഇത് മനസ്സിലാക്കാവുന്ന ഒരു ഭാഗമാണ്, പക്ഷെ കുറച്ച് ബാക്കിയുള്ളത് വെച്ച് നോക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഫോർ ഇൻറ്റു 5. ഓക്കെ, ചാറ്റിംഗ് എന്താ പറയുന്നത്? 4 ഇൻറ്റു 5 8 ഇൻറ്റു 2 9 ഇൻറ്റു 3. ഓക്കെ, ദെൻ സെക്കൻഡ് റോയും ഫസ്റ്റ് കോളമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലിമെന്റ് ഏതാ? 2. 2 ഇൻറ്റു 6 2 ഇൻറ്റു 6 പ്ലസ് സെക്കൻഡ് റോയിലെ സെക്കൻഡ് എലിമെന്റും ഫസ്റ്റ് കോളത്തിലെ സെക്കൻഡ് എലിമെന്റും, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 4. 3 ഇൻറ്റു 4 പ്ലസ് 5 ഇൻറ്റു 1. 5 ഇൻറ്റു 1. ദെൻ സെക്കൻഡ് റോ ഇൻറ്റു സെക്കൻഡ് കോളാണ്. അപ്പൊ 2 ഇൻറ്റു, പെട്ടെന്ന് ചെയ്യാം, 2 ഇൻറ്റു 5 പ്ലസ് 3 ഇൻറ്റു 2 പ്ലസ് 5 ഇൻറ്റു 3. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. വീണ്ടും പറയാണ്. ഇപ്പൊ നമുക്ക് എന്ത് വരും? എ ബിന്റെ വാല്യൂ കിട്ടും. എ ബി ഈക്വൽ ടു 4 ഇൻറ്റു 6 24 പ്ലസ് 8 ഇൻറ്റു 4 32 പ്ലസ് 9. 4 ഇൻറ്റു 5 20 പ്ലസ് 8 ഇൻറ്റു 2 16 പ്ലസ് 9 ഇൻറ്റു 3 27. 2 ഇൻറ്റു 6 12 പ്ലസ് 3 ഇൻറ്റു 4 12 പ്ലസ് 5 ഇൻറ്റു 1 5. 2 ഇൻറ്റു 5 10. 3 ഇൻറ്റു 2 6
5 into 3 50. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ ഇതിന്റെ ടോട്ടൽ വാല്യൂ കണ്ടുപിടിക്കുക. എ ബി ഈക്വൽ ടു 24 പ്ലസ് 32 പ്ലസ് 9. 20 പ്ലസ് 30 50, പിന്നെ 54 56 56 പ്ലസ് 9 65. 20 ആദ്യം എന്ത് ചെയ്യുക, നമ്മൾ ടെൻസ് ആഡ് ചെയ്യുക. 20 പ്ലസ് 30 50 56 63. 12 plus 12 24, 24 plus 5 29. 10 plus 6 16, 16 plus 15 31. ഇതായിരിക്കും ഇതിന്റെ ആൻസർ വരിക. നിങ്ങൾക്ക് ഓക്കെ ആണോ അത്? ഒരു ക്വസ്റ്റ്യൻ ഞാൻ സ്വന്തം ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് ചെയ്യാൻ തരാം, നിങ്ങളൊന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുമോ? Okay. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാനൊരു ക്വസ്റ്റ്യൻ തരാം, പെട്ടെന്ന് ചെയ്യണേ. എന്നാ പിന്നെ നമുക്ക് അടുത്ത ഭാഗം എടുക്കാം. x ഈക്വൽ ടു, ഇത് എഴുതിയെടുത്തോ? നോട്ടായിട്ട് കിട്ടും, എന്നാലും ഇതിന്റെ കൂടെ തന്നെ എഴുതിയെടുക്കുക. x ഈക്വൽ ടു ഓക്കെ. എക്സ് വൈന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിക്കുക. എക്സ് വൈന്റെ ഓർഡർ എന്തായിരിക്കും വരിക? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? 2/2. 2/2. യാ, റൈറ്റ് ആൻസർ. ഇതിലെ എക്സിന്റെ 2ഉം വൈന്റെ ലാസ്റ്റിലുള്ളതാ 2. അപ്പം എക്സ് വൈന്റെ വരിക 2/2. നമുക്ക് വൈ എക്സ് ഇവിടെ ഡിഫൈൻഡ് ആണോ അല്ലേ? വൈ എക്സ് ആരും പറഞ്ഞില്ല. വൈ എക്സ് ഡിഫൈൻഡ് ആണോ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞുതരാം. എക്സ് വൈന്റെ വാല്യൂ കിട്ടിയിട്ടൊന്ന് പറയണേ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ഒരു 2 മിനിറ്റ് സമയം തരാം. പറഞ്ഞു, നിങ്ങളെ ഡൗട്ട് നിങ്ങൾ എത്ര പ്രാവശ്യമാണോ പറഞ്ഞ് മനസ്സിലാവുന്നത് അത്ര വരെ പറഞ്ഞുതരാം. അത് മനസ്സിലാവാതെ മനസ്സിലായി എന്ന് പറയരുത്. Sir, 37, 46, 73, 94 ആണോ? ഞാൻ ഒന്ന് നോക്കട്ടെ, ഞാൻ ചെയ്ത് നോക്കിയില്ല. ഒന്ന് വാല്യൂ ഒന്ന് പറഞ്ഞേ. 37, 37
46. പറഞ്ഞോ. 46. അല്ല 46. മറ്റേത് ഓക്കെ 46. 73. അല്ല സർ നേരത്തെ എഴുതിയിരുത്തന്നെ. 37 46 താഴെ അല്ലല്ല അതിന്റെ സൈഡില് സൈഡില് 37 46 73 94. 73 94. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, XY എന്താ വരിക? -2 × 1. നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ. കിട്ടാത്തവരൊന്ന് സ്വന്തമായിട്ടൊന്ന് ചെയ്തു നോക്കുക. -2 × 1 +3 × 3 +6 × 5. അടുത്തത് -2 × 2 +3 × 4 +6 × സോറി 3 × 3 സോറി 3 × 3 അല്ല സോറി 3 × 4. ഓക്കെ, നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾ എന്നാൽ ഇതിൽ ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ എല്ലാവർക്കും കിട്ടിയത്. നമുക്ക് എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. -2 × 2 +3 × 4 +6 × 6. ഓക്കെ, കറക്റ്റ്. Then 4 × 1 +8 × 3 +9 × 5. അടുത്തത് 4 × 2 +8 × 4 +9 × 6. ഓക്കെ, അപ്പോൾ -2 +9 +30 -4 +12 +36 4 +24 +45 8 +32 +54. Okay. Here 39. Okay, first one 30 + 9 39 39 - 2 37. അപ്പോൾ ഫസ്റ്റ് എലമെന്റ് എന്ന് പറയുന്നത് 37. ഇനി -4 + 12 എന്താ? 8 8 + 36 44 ആണല്ലോ. 44. അപ്പൊ തെറ്റുള്ളത് എന്താണ്? തെറ്റ് പറ്റിയത് അതൊന്ന് തിരുത്തുക. ഓക്കെ, ഞാൻ ഒന്നുകൂടി നോക്കാം എന്ത് തെറ്റാണോ എന്നുള്ളത്. 4 + 24 28 28 + 45 68 73. യാ. 8 + 32 40 40 + 54 94. ഓക്കെ, അപ്പം 37 44 73 94. യാ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഏകദേശം റൈറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ ഇവിടെ 46 എന്താ കിട്ടാനുള്ള കാരണം എന്തുകൊണ്ടാണ് തെറ്റിയെന്നുള്ളതൊന്ന് ജസ്റ്റ് നോക്കാം. ചിലപ്പോ നോക്കിയത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടാവും. സാർ അപ്പൊ അത് കിട്ടി. ഞാൻ 2ക്ക് പകരം 1 പകരം 2 വെറുതെ 2 × 2 പകരം 24. 2 × 1. ഓക്കെ. അതായത് ഇതിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഒന്ന് നോക്കി ജസ്റ്റ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ തന്നെ ആൻസർ തെറ്റും. അപ്പൊ നല്ലോണം കെയർഫുൾ ആയിട്ടേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നല്ലോണം ശ്രദ്ധിക്കുക. ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്, ഈസി ആയിട്ട് മാർക്ക് പോകാൻ പറ്റുന്ന ഒരു ഭാഗം കൂടിയാണ്. ഓക്കെ, ഇത് ഓക്കെ ആണല്ലോ. യെസ് സർ. ഓക്കെ, ഇനി ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. അപ്പോ അടുത്തൊരു ഭാഗമാണ് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്. അതായത് ഇതിൽ നിന്ന് എന്ത് വേണേലും ചോദിക്കാം. അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നത്. ചിലപ്പം ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും ചോദിക്കാം. ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ്.
ജസ്റ്റ് എന്ത് ചെയ്യാം, ഈ ട്രാൻസ്പോസിനെ സൂചിപ്പിക്കുന്നതാണ് ഒന്നുകിൽ എ റൈസ് ടു ടി എന്നിടും, അല്ലെങ്കിൽ എ ഡാഷ് എന്നിടും. ഇതൊക്കെ എ ട്രാൻസ്പോസിനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ എന്താണ് ഈ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്? അപ്പൊ ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ പറയാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, 1 2 3 4 5 6 7 8 9. ഓക്കെ, ഇതാണ് നമ്മുടെ മെട്രിക്സ്. അപ്പൊ ഈ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യാം, നമ്മള് റോസിനെ കോളമായിട്ട് ഇന്റർചേഞ്ച് ചെയ്യാം. റോസ് ചേഞ്ച് ടു കോളം, അല്ലെങ്കിൽ ഇന്റർചേഞ്ച് ടു കോളം, അല്ലെങ്കിൽ കോളം ഇന്റർചേഞ്ച് ടു റോ. അപ്പൊ അതെങ്ങനെ വരിക? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഈ റോയെ കോളമാക്കി എഴുതാം. അതായത് ഫസ്റ്റ് റോ 1 2 3 അല്ലേ, അത് ഫസ്റ്റ് കോളമായിട്ട് എഴുതാം. 1 2 3 എന്ന് പറയുന്ന റോ ഫസ്റ്റ് കോളമായിട്ട് എഴുതാം. അപ്പൊ എങ്ങനെ വരും? 1 2 3. ഇനി 4 5 6 എന്ന് പറയുന്ന സെക്കൻഡ് റോ എന്ത് ചെയ്യുക, സെക്കൻഡ് കോളമായിട്ട് എഴുതുക. 4 5 6. 7 8 9 എന്ന് പറയുന്ന തേർഡ് റോ എന്താക്കി എഴുതാ, തേർഡ് കോളമായിട്ട് എഴുതാ. 7 8 9. അപ്പൊ ഇതാണ് എന്ത്, എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്, റോനെ കോളമായിട്ട് ഇന്റർചേഞ്ച് ചെയ്തു. ഇനി നമുക്ക് കോളത്തെ റോ ആയിട്ട് ഇന്റർചേഞ്ച് ചെയ്താലോ? അതായത് 1 4 7 എന്ന് പറയുന്ന ഫസ്റ്റ് കോളത്തിനെ ഫസ്റ്റ് റോ ആക്കി എഴുതാം. 1 4 7. 2 5 8 എന്ന് പറയുന്ന സെക്കൻഡ് കോളത്തിനെ സെക്കൻഡ് റോ ആക്കി എഴുതാം. 2 5 8. 3 6 9 എന്ന് പറയുന്ന തേർഡ് കോളത്തെ തേർഡ് റോ ആക്കി എഴുതാം. 3 6 9. ഇനി ഒന്ന് നോക്കിയേ, അതായത് രണ്ട് രീതിയിൽ ചെയ്തപ്പോഴും നമുക്ക് കിട്ടിയത് എന്താണ്, സെയിം ആൻസർ ആണ്. സോ എങ്ങനെ വേണേലും ചെയ്യാം. അപ്പൊ ഇത്രേ ഉള്ളൂ എന്ത്, ഈ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? Yes. ഓക്കെ, അപ്പൊ ഞാന് വേറൊരു ക്വസ്റ്റ്യൻ തരാം, നിങ്ങൾ പെട്ടെന്നൊന്ന് ചെയ്യണേ. ബി എഴുതിയിട്ടുണ്ട്, ബി ട്രാൻസ്പോസ് ഒന്ന് എഴുതാൻ പറ്റുമോ? എല്ലാവരും ഒന്ന് പെട്ടെന്നൊന്ന് ചെയ്തേ, എന്നിട്ട് ചാറ്റ് ബോക്സിൽ ഇട്ടോളൂ. പിന്നെ വീണ്ടും പറയാണ്, ആർക്കേലും എന്തേലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് ക്ലിയർ ചെയ്യാട്ടോ. ഇതിൽ ഒരാളുകൂടി ഉണ്ടായിരുന്നല്ലോ, ആള് പോയോ? ഉം. കിട്ടിയോ? ഓക്കെ ഓക്കെ.
ഓക്കെ. അപ്പൊ ബി ട്രാൻസ്പോസ് എന്താ വരിക? ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്യാം. നമുക്ക് റോനെ കോളാക്കാം. അപ്പം 2 3 5 എന്താ ചെയ്യുക? ഫസ്റ്റ് കോളായിട്ട് ചെയ്ത 2 3 5 then minus 6 2 6 2 8 then 5 minus 9 1. ഇതാണ് എന്ത്? ട്രാൻസ്പോസ്. ഓക്കെ, ഇതല്ലേ കിട്ടിയേ? 2 minus 6 5 3 2 minus 9 5 8. ഓക്കെ, ഇപ്പൊ ട്രാൻസ്പോസ് എന്താന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ Yes, sir. ഓക്കെ, ഞാൻ ഓരോന്ന് പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എയർ ട്രാൻസ്പോസ് അല്ലെങ്കിൽ ട്രാൻസ്പോസ് എന്താന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ട്രാൻസ്പോസിന്റെ പ്രോപ്പർട്ടീസ് ഒന്ന് ജസ്റ്റ് പറയാം. ഫസ്റ്റ് വൺ, എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. ട്രാൻസ്പോസിന് രണ്ട് രീതി ഇങ്ങനെ ചെയ്യാം. എ ഡാഷ് എന്ന് എഴുതാം, അല്ലെങ്കിൽ എ റൈസ് ടു ടി എന്ന് എഴുതാം. ഇങ്ങനെ എഴുതിയാലും ഒരു പ്രശ്നമില്ല കേട്ടോ. എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എ ആയിരിക്കും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ജസ്റ്റ് ഒന്ന് നോക്കാം. എ എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9. ഓക്കെ, ആദ്യം എ ട്രാൻസ്പോസ് കാണാം. ഇപ്പൊ എ ട്രാൻസ്പോസ് എന്താ? 1 2 3 4 5 6 7 8 9. ഇനി എന്ത് ചെയ്യാ? വീണ്ടും ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുന്നതാണ് എന്ത്? എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ്. ഇപ്പൊ എന്താ വരിക? ഈ 1 4 7 വീണ്ടും എന്ത് ചെയ്യുക? ഓൾ ആയിട്ട് വരും. 1 4 7 2 5 8 3 6 9. ഓക്കെ, ഫസ്റ്റ് പ്രോപ്പർട്ടി ഇതാണ്. എ ട്രാൻസ്പോസ് ഓൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. ഓക്കെ, സെക്കൻഡ് വൺ, കെ എ all transpose equal to k into a transpose. ഓക്കെ, ജസ്റ്റ് നോക്കാം. കെ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഈ 1 2 3 നമ്മൾ കെ എന്ന് പറയുന്നത് k ഈക്വൽ ടു 2 ആയിട്ട് എടുക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ കെ എ എന്ന് പറയുന്നത് എന്താണ്? 2 കൊണ്ട് മൾട്ടിപ്ലൈ എല്ലാത്തിനെയും. അപ്പോൾ ഇതെന്താകും? 2 4 6 8 10 12 14 16 18. ഓക്കെ, കെ എന്ന് പറയുന്നത് അതായിരിക്കും. കെക്ക് 2 കൊടുക്കും കേട്ടോ. ഇനി ഇതിന്റെ ട്രാൻസ്പോസ്, കെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 2 4 6 8 10 12 14 16 18. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് ആയിട്ടുള്ള കെ ഇൻറ്റു എ ട്രാൻസ്പോസ്. എ എന്താ? എ. ഓക്കെ, എ എന്ന് പറയുന്നത് 1 2 3 ആണല്ലോ. ഓക്കെ, ആദ്യം എ ട്രാൻസ്പോസ്. എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് തന്നെയാണ് വരിക. ഞാൻ എ തന്നെ ആയിട്ട് എടുത്തിട്ടോ. 1 2 3 4 5 6 7 8 9. ഇപ്പൊ എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് 1 2 3 4 5 6 7 8 9. അപ്പോ ഇതിനെന്ത് ചെയ്യണം? കെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. കെ എന്ന് പറയുന്നത് എന്താണ്? 2. അപ്പൊ കെ എ ട്രാൻസ്പോസ് എല്ലാത്തിനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ എന്താകും? 1 into 2 2, 4 into 2 8, 7 into 2 14, 2 into 2 4, 5 into 2 10, 8 into 2 16, 3 into 2
6 6 into 2 12 9 into 2 18. Yeah, ഇങ്ങോട്ടേക്ക് നോക്കിയേ. കെ എ ഹോൾ ട്രാൻസ്പോസ് എന്താണ്? 2 8 14 4 10 16 6 12 18. കെ ഇൻറ്റു എ ട്രാൻസ്പോസ് എന്താണ്? 2 8 14 4 10 16 6 12 18. രണ്ടും ഈക്വൽ ആണ്. ഓക്കെ, അടുത്ത പ്രോപ്പർട്ടി ആണെന്ന് ഞാൻ ജസ്റ്റ് വെരിഫൈ ചെയ്തു. ഓക്കെ, ദെൻ അടുത്തത് എ പ്ലസ് ബി ഹോൾ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ട്രാൻസ്പോസ് പ്ലസ് ബി ട്രാൻസ്പോസ്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും, ഒന്ന് നോക്കാം. അതേപോലെ ഇത് ക്ലാസ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് ജസ്റ്റ് നോക്കിയാൽ മതി. എയും ബിയും രണ്ട് മെട്രിക്സ് എടുക്കുക, ദെൻ എ പ്ലസ് ബി ഒന്ന് ചെയ്ത് നോക്കുക, അതിന്റെ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുക. അതേപോലെ എ ട്രാൻസ്പോസ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക, ബി ട്രാൻസ്പോസ് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കുക, ദെൻ രണ്ടും ആഡ് ചെയ്യുക. അതായത് നമുക്ക് ഒരുപാട് ടൈം പോകും, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ചെയ്യാത്തത്. ഒന്ന് എന്ത് ചെയ്യുക, നോക്കുക. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ഞാൻ എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ദെൻ എ ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത്, എ ഇൻറ്റു ബി ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ്, നോട്ട് എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ്. മനസ്സിലാക്കുക, എ ട്രാൻസ്പോസ് ബി ട്രാൻസ്പോസ് എന്നല്ല, പകരം ബി ട്രാൻസ്പോസ് എ ട്രാൻസ്പോസ് എന്നാണ്. ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇപ്പം ട്രാൻസ്പോസ്, അതേപോലെ പ്രോപ്പർട്ടീസ് ഓഫ് ട്രാൻസ്പോസ് പറഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് നെക്സ്റ്റ് കോൺസെപ്റ്റ്, സിമെട്രിക്കൽ മെട്രിസസ് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. സിമെട്രിക് മെട്രിസസ് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. നിങ്ങൾ ഈ CUT എക്സാം എന്നാ വരുന്നേ? ഡേറ്റ് വന്നിട്ടുണ്ടോ? സർ 13th സ്റ്റാർട്ട് ചെയ്യും. 13th മാർച്ചോ? അതെ. ഓക്കെ ഓക്കെ. സിമെട്രിക് മെട്രിസസ് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിസസ്. ഓക്കെ, ഇപ്പൊ എന്താണ് സിമെട്രിക് മെട്രിസസ്? അപ്പൊ നമ്മൾ കുറച്ചും കൂടി സ്പീഡിൽ പോവേണ്ടതുണ്ട്. എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സിമെട്രിക് മെട്രിസസ് ആണെന്ന് പറയാം. ഓക്കെ, അതായത് എയും എ ട്രാൻസ്പോസും ഈക്വൽ ആണെങ്കിൽ എന്ത് പറയാം? സിമെട്രിക്. ഓക്കെ, അപ്പൊ അതിന് ഞാനൊരു എക്സാമ്പിൾ ചെയ്താം, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി കൃത്യമായിട്ട് മനസ്സിലാവും. എ ഈക്വൽ ടു 1 2 3 2 5 minus 1 3 minus 1 1. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ എ ട്രാൻസ്പോസ് കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യാം? നമ്മൾ റോനെ കോളം ആയിട്ട് കൺവേർട്ട് ചെയ്യാം. 1 2 3 1 2 3. ദെൻ നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് 2 5 minus 1 2 5 minus 1. അടുത്തത് 3 minus 1 1. ഓക്കെ, ഇവിടെ നോക്കിയേ, എയും എ ട്രാൻസ്പോസ് ഒന്ന് നോക്കുക. 1 2 3 2 5 minus 1 3 minus 1 1 1 2 3 2 5 minus 1 3 minus 1 1. ഓക്കെ, ഇവിടെ എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആ, സോ നമുക്ക് എന്ത് പറയാം? ദേ ആർ സിമെട്രിക് മെട്രിസസ്.
എ ഈക്വൽ ടു എ ട്രാൻസ്പോസ് ആണെങ്കിൽ എന്താണ്? സിമ്മട്രിക് മെട്രിക്സ്. ഇത്രേ ഉള്ളൂ. ഇതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. എയും എ ട്രാൻസ്പോസും ഈക്വൽ ആണെങ്കിൽ എന്ത് പറയാം? അത് സിമ്മട്രിക് ആണെന്ന് പറയാം. ദെൻ ക്യൂ സിമ്മട്രിക് മെട്രിക്സസ്. വീണ്ടും പറയാണ്, സ്പീഡ് കൂടുക അല്ലെങ്കിൽ മനസ്സിലാവാത്തതോ എന്തുണ്ടെങ്കിലും ചോദിച്ച് ക്ലിയർ ചെയ്യാം. ഇനി അടുത്തത് ഞാൻ ഡെഫിനേഷൻ ആയിട്ടൊന്നും എഴുതുന്നില്ല. അതായത് ഇവിടെ സിമ്മട്രിക് ആണെങ്കിൽ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എ. സ്ക്യൂ സിമ്മട്രിക് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ. എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്ക്യൂ സിമ്മട്രിക് ആണെന്ന് പറയാം. ഓക്കെ. പിന്നീട് ഈ സ്ക്യൂ സിമ്മട്രിക്കിന്റെ ഡയഗണൽ എലമെന്റ്സ് 0 ആയിരിക്കും. ഓക്കെ. ഡയഗണൽ എലമെന്റ്സ് 0. ഓക്കെ. ഇതിനൊരു എക്സാമ്പിൾ ഞാൻ എഴുതി. എ ഈക്വൽ ടു 0 1 2 -1 0 5 -2 -5 0. ഓക്കെ. ഇതിലെ ഡയഗണൽ എലമെന്റ്സ് 0 ആയിരിക്കും. ദെൻ എ ട്രാൻസ്പോസ് എന്താ വരിക? നമുക്ക് എന്ത് ചെയ്യാം? ഈ റോനെ കോളാക്കാം. 0 1 2 0 1 2 ദെൻ -1 0 5 -1 0 5 ദെൻ -2 -2 -5 0. അതായത് ഇവിടെ മൈനസ് എ എന്തായിരിക്കും വരിക? മൈനസ് എ വരിക 0 -1. എല്ലാത്തിനും നെഗറ്റീവ് ഉള്ളത് പോസിറ്റീവും, പോസിറ്റീവ് ഉള്ള നെഗറ്റീവും. -1 -2. അപ്പൊ -1ന് വീണ്ടും നെഗറ്റീവ് എടുക്കുമ്പോൾ -1 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 0 -5 2 5 0. ഇതല്ലേ നമ്മളെ എ ട്രാൻസ്പോസ് വന്ന് നോക്കേ. ഓക്കെ. 0 -1 -2 1 0 -5 2 5 0. നോക്കിയാ, അതായത് മൈനസ് എ ഈക്വൽ ടു എ ട്രാൻസ്പോസ്. അതായത് എ ട്രാൻസ്പോസ് ഈക്വൽ ടു മൈനസ് എ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്ക്യൂ സിമ്മട്രിക്. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത്രേ ഉള്ളൂ എന്ത്? സിമ്മട്രിക്, സ്ക്യൂ സിമ്മട്രിക്. ഇനി ഒരു കാര്യം കൂടി മനസ്സിലാക്കാം. ഏതൊരു സ്ക്വയർ മെട്രിക്സ് എന്ത് ചെയ്യാൻ പറ്റും? സിമ്മട്രിക്കിന്റെയും സ്ക്യൂ സിമ്മട്രിക്കിന്റെയും സമ്മായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് അതുകൂടി ഒന്ന് പറയാം. അടുത്ത പോയിന്റ് ആണ്. എനി സ്ക്വയർ. ഓക്കെ. ഈ ചാപ്റ്റർ, അതായത് മെട്രിക്സ് എന്ന് പറയുന്ന ഭാഗം ഏകദേശം തീരാനായിട്ടുണ്ട്. ദെൻ ഡിറ്റർമിനൻസ് സ്റ്റാർട്ട് ചെയ്യും. ഇന്നത്തെ ക്ലാസ്സിൽ ഡിറ്റർമിനൻസ് കുറച്ച്, അതായത് 1/1 2/2 3/3 മെട്രിക്സ്, അതായത് ഡിറ്റർമിനന്റ് എന്ത് ചെയ്യും ഇതിന്റെ കണ്ടുപിടിക്കാൻ ഇന്ന് പഠിക്കും. ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കും. ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും പറയുന്നു, ചോദിച്ച് ക്ലിയർ ചെയ്യാം. എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി, ഇതൊന്ന് നോട്ട് ചെയ്യാം കേട്ടോ, ക്യാൻ ബി expressed as the sum of a
symmetric and a skew symmetric matrix. പിന്നെ മനസ്സിലാക്കുക, എപ്പോഴും എ പ്ലസ്, ഓക്കെ ഇത് വിട്ടുപോയതാ, എ പ്ലസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും? സിമ്മട്രിക് ആയിരിക്കും. ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. എ മൈനസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും? സ്ക്യൂ സിമ്മട്രിക് ആയിരിക്കും. ജസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ എ ആയിട്ട് എടുക്കുന്ന 1 2 3. ഓക്കെ, 1 2 3 4 5 6 7 8 9. എ ട്രാൻസ്പോസ് എന്താ വരിക? 1 2 3 4 5 6 7 8 9. ഇനി എ പ്ലസ് എ ട്രാൻസ്പോസ്. എ പ്ലസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും എന്ന് പറഞ്ഞേ? സിമ്മട്രിക് ആയിരിക്കും. എ പ്ലസ് എ ട്രാൻസ്പോസ് ചെയ്താൽ നമ്മുടെ 1 1 ആൻസർ 2. ദെൻ 2 + 4 6, 3 + 7 10, then 4 + 2 6, 5 + 5 10, 8 + 6 14, 7 + 3 10, 8 + 6 14, 9 + 9 18. 18. Okay. യെസ്. അതായത് ഇതെന്തായിരിക്കും എന്നാ പറഞ്ഞേ? സിമ്മട്രിക് ആയിരിക്കും. അപ്പൊ ഇത് സിമ്മട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ ട്രാൻസ്പോസ് വെറുതെ എടുത്ത് നോക്കാം. ഇതിന്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഒന്ന് നോക്കിയേ. 2 6 10 എന്താക്കുക? 2 6 10 റോനെ കോളാക്കുക. 2 6 10, then 6 10 14, 6 10 14, 10 14 18, 10 14 18. അത് സെയിം ആയിട്ട് തന്നെയല്ലേ വരുന്നേ? 2 6 10 2 6 10, 6 10 14 6 10 14, 10 14 18, 10 14 18. സോ നമുക്ക് എന്ത് പറയാം? എ പ്ലസ് എ ട്രാൻസ്പോസ് എപ്പോഴും എന്തായിരിക്കും? സിമ്മട്രിക് ആണെന്ന് പറയാം. ഇനി അതേപോലെ എ മൈനസ് എ ട്രാൻസ്പോസ്. ഓക്കെ, ജസ്റ്റ് നോക്കാം. ക്ലിയർ അല്ലേ? എ പ്ലസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും? സിമ്മട്രിക് ആയിരിക്കും. ദെൻ എ മൈനസ് എ ട്രാൻസ്പോസ്. എ മൈനസ് എ ട്രാൻസ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ 1 - 1 0. Then 2 - 4 -2. 3 - 7 -4. 4 - 2 2. 5 - 5 0. 6 - 8 -2. 7 - 3 4. 8 - 6 2. 9 - 9 0. ഇങ്ങോട്ടേക്ക് നോക്കിയേ, ഇതിന്റെ ഡയഗണൽ എലിമെന്റ്സ് എന്തായിട്ടുണ്ട്? 0 ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇതിന്റെ ട്രാൻസ്പോസ് ഒന്ന് എടുത്ത് നോക്കാം. ട്രാൻസ്പോസ് എടുത്ത് നോക്കുമ്പോൾ 0 - 2 -4 സി, അതായത് ഫസ്റ്റ് റോനെ ഫസ്റ്റ് കോളാക്കി ചെയ്ത 0 - 2 -4, പിന്നെ 2 0 - 2 അടുത്ത കോളായിട്ട് 2 0 - 2, പിന്നീട് 4 2 0. ഇനി ഇങ്ങോട്ടേക്ക് നോക്കിയേ, ഇതിന്റെ നെഗറ്റീവ് എടുത്തു കഴിഞ്ഞാലായിരിക്കും ഇത് വരിക. അതായത് 0ന്റെ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എന്തായാലും 0 പോസിറ്റീവ് 0 എന്ന് പറയുന്ന ഇതേ ഉള്ളൂ. അതിന് നെഗറ്റീവ് എന്നും പോസിറ്റീവ് എന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ദെൻ -2. -2ന്റെ നെഗറ്റീവ് എന്താ? 2. -4ന്റെ നെഗറ്റീവ് എന്താ? 4. 2ന്റെ നെഗറ്റീവ് -2. 0 0. ഓക്കെ, -2 2. 4 -4. 2 -2. 0 0. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? എ മൈനസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും? സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഓക്കെ, ക്ലിയർ? ക്ലിയർ ആണോ? ഹലോ. ഓക്കെ, അപ്പൊ എ പ്ലസ് എ ട്രാൻസ്പോസ് സിമ്മട്രിക്കും എ മൈനസ് എ ട്രാൻസ്പോസ് സ്ക്യൂ സിമ്മട്രിക്കും ആയിരിക്കും. അപ്പം ഞാൻ വീണ്ടും പറയുന്നു, എനി സ്ക്വയർ മെട്രിക്സ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ദി സം ഓഫ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക്. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സിനെ നമുക്ക് എന്താക്കി എഴുതാൻ പറ്റുന്ന പറയുന്നത്? സിമ്മട്രിക്കും സ്ക്യൂ സിമ്മട്രിക്കും ആക്കി എഴുതാൻ പറ്റും. അതെങ്ങനെ എഴുതാ?
ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് സം ഓഫ് സിമെട്രിക് ആൻഡ് ക്യൂ സിമെട്രിക് ആയിരിക്കും. ജസ്റ്റ് നമുക്ക് നോക്കാം. എ ഈക്വൽ ടു, കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടാണ് പറയുന്നത് കേട്ടോ ഇവിടെയൊക്കെ. 1 2 3 4 5 6. അപ്പോൾ ഞാൻ കുറച്ച് സ്പീഡായിരിക്കും പറയാ. 1 2 3 4 5 6 7 8 9. ഓക്കെ, എ ട്രാൻസ്പോസ് 1 2 3 സോറി. ഓക്കെ, 1 2 3 4 5 6 7 8 9. ഇനി എ പ്ലസ് എ ട്രാൻസ്പോസ് നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. 1 + 1 2, 2 + 4 6, 7 + 3 10, 4 + 2 6, 5 + 5 10, 6 + 8 14, 7 + 3 10, 8 + 6 14, 9 + 9 18. Then A minus A transpose. 1 - 1 0, 2 - 4 -2, 3 - 4 3 - 7 -4, 4 - 2 2, 5 - 5 0, 6 - 8 -2, 7 - 3 4, 8 - 6 2, 9 - 9 0. ഇതാണ് A മൈനസ് A ട്രാൻസ്പോസ്. ഇത് നേരത്തെ ചെക്ക് ചെയ്തിട്ടുണ്ട്. ഇത് എന്താണ്, ഇത് സിമെട്രിക് ആണെന്നും ഇത് സ്ക്യൂ സിമെട്രിക് ആണെന്നും നേരത്തെ വെരിഫൈ ചെയ്തിട്ടുള്ള. അപ്പൊ ഇതിന്റെ ഹാഫ് എടുത്ത് എന്താ വരിക? ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. നേരെ ഹാഫ് എടുക്കുക എല്ലാത്തിന്റെ. അപ്പൊ എന്താവും? 2ന്റെ ഹാഫ് 1, 6ന്റെ ഹാഫ് 3 5, 6ന്റെ ഹാഫ് 5, 10ന്റെ ഹാഫ് 5. അയ്യോ, സോറി 1 3 5, 6ന്റെ ഹാഫ് 3, 10ന്റെ ഹാഫ് 5, 14ന്റെ ഹാഫ് 7, 10ന്റെ ഹാഫ് 5, 14ന്റെ ഹാഫ് 7 and 9. ഇതാണ് ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ്. ഇനി ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. അപ്പൊ ഇങ്ങോട്ടേക്ക് നോക്കിയേ, നേരത്തെ ചെയ്ത് കൊടുത്തേക്ക്. അതായത് 1 3 5 3 5 7 5 7 9. ഇതും എന്തായിരിക്കും? എ പ്ലസ് എ ട്രാൻസ്പോസ് സിമെട്രിക് ആണെങ്കിൽ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. ഓക്കെ, എ പ്ലസ് എ ട്രാൻസ്പോസ് ഓൾറെഡി സിമെട്രിക് ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് എന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. വേണമെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. 1 3 5 എന്നല്ല ഇവിടുത്തെ കോളായിട്ട് വരുന്നത്. 1 3 5 3 5 7 അതന്നെയല്ലേ സെക്കൻഡ് കോളായിട്ട് വരുന്നത്? 3 5 7 5 7 9 അതന്നെയല്ലേ തേർഡ് കോളായിട്ട് വരുന്നത്? 5 7. ഓക്കെ, അപ്പൊ ഇതെന്താണ്? സിമെട്രിക് ആണ്. ഇനി ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. 0ന്റെ ഹാഫ് 0, -1 -2 1 0 -1 2 1 0. ഓക്കെ, അപ്പൊ ഇതെന്തായിരിക്കും? ഇത് സിമെട്രിക് ആയിരിക്കും. ഇത് സ്ക്യൂ സിമെട്രിക് ആയിരിക്കും. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ കിട്ടും. ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ എ കിട്ടും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എ കിട്ടും. അപ്പം ഇത് ആഡ് ചെയ്താൽ 1ഉം 0 ആഡ് ചെയ്താൽ 1, 3യും -1 ആഡ് ചെയ്താൽ 2, 5ഉം -2 ആഡ് ചെയ്താൽ 3, 3യും 1 ആഡ് ചെയ്താൽ 4, 5ഉം 0 ആഡ് ചെയ്താൽ 5, 7 - 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 6, 5 + 2 7 7. ഓക്കെ, ഇത് 1 ആണ് കേട്ടോ. 7 + 1 8, 9 + 0 9. ഓക്കെ, നമ്മളെ എ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് എന്ത് ഒരു സ്ക്വയർ മെട്രിക്സിനെ ആസ് ദി സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ഇതിൽ എങ്ങനെയാണ്? ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ്. ഓർത്ത് വെക്കുക, ഹാഫ് ഇൻറ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് പ്ലസ് ഹാഫ് ഇൻറ്റു എ മൈനസ് എ ട്രാൻസ്പോസ് ദാറ്റ് ഈസ് ഈക്വൽ ടു എ
ഇങ്ങനെയാണ് എന്ത് ചെയ്തിട്ടുണ്ട് ഈ സ്ക്വയർ മെട്രിക്സ് ആസ് ദി സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പറയാട്ടോ. ഇനി ഒരു കാര്യം കൂടി ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്, ഇൻവേർട്ടിബിൾ മെട്രിക്സ്. എന്താണ് ഇൻവേർട്ടിബിൾ മെട്രിക്സ്? അതോടുകൂടി മെട്രിക്സ് എന്ന് പറയുന്ന പോർഷന് കവർ ആവും. പിന്നീട് ഡിറ്റർമിനൻസ്. ഇതിന്റെ മുന്നേ ഇതൊക്കെ പഠിച്ചതല്ലേ? എന്താണ് ഇൻവേർട്ടിബിൾ മെട്രിക്സ് എന്ന് എഴുതാം. ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ എം. എം എന്ന് പറഞ്ഞാൽ സ്ക്വയർ മെട്രിക്സിന്റെ പ്രത്യേകത എന്താ? നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് റോസും ഈക്വൽ. അതായത് ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് എം ബൈ എം ആണ്. അത് മനസ്സിലാക്കാം. ആൻഡ് ഇഫ് ദർ എക്സിസ്റ്റ്, ഇതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഞാൻ എഴുതി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യാം, എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, അതായത് എന്താണ് ഈ ഇൻവേർട്ടിബിൾ മെട്രിക്സ്? ഇപ്പൊ ഇഫ് എ ഇസ് എ സ്ക്വയർ മെട്രിക്സ്, എ എന്തായിരിക്കണം? സ്ക്വയർ മെട്രിക്സ് ആണ് ഓഫ് ഓർഡർ എം, ഏതെങ്കിലും ഒരു ഓർഡർ. ആൻഡ് ഇഫ് ദർ എക്സിസ്റ്റ് അനദർ സ്ക്വയർ മെട്രിക്സ് ബി ഓഫ് ദി സെയിം ഓർഡർ, അതായത് ഇത് 2/2 ആണെങ്കിൽ ഇതും 2/2 ആയിരിക്കണം. സച്ച് ദാറ്റ് എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ. ഐ എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിറ്റി മെട്രിക്സ്. Then B is called as inverse of A and is denoted by A inverse. In that case, A is said to be invertible. അതായത് ഞാൻ ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്യാം. എ എന്ന് പറയുന്ന ഒരു സ്ക്വയർ മെട്രിക്സ്, ഫോർ എക്സാമ്പിൾ 2/2 മെട്രിക്സ്. ബി എന്ന് പറയുന്ന അനദർ സ്ക്വയർ മെട്രിക്സ് ഓഫ് ദി സെയിം ഓർഡർ. അപ്പൊ 2/2 ആണെങ്കിൽ ഇതും എന്തായിരിക്കണം? 2/2 ആയിരിക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എ ഇൻറ്റു ബി ചെയ്യുമ്പോൾ എ ബി ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടണം? ബി എ കിട്ടണം. അതേപോലെ എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു എന്തായിരിക്കണം? ഐ ആയിരിക്കണം. ദാറ്റ് മീൻസ് ഇത് 2/2 ആയതുകൊണ്ട് 1 0 0 1. ഓർമ്മ ഉണ്ടല്ലോ എന്താണ് ഈ ഐഡന്റിറ്റി മെട്രിക്സ്?
അതായത് ഇതിന്റെ ഡയഗണൽ എലമെന്റ്സ് വണ്ണും ബാക്കിയുള്ള എലമെന്റ്സ് ഒക്കെ സീറോ ആയിട്ടുള്ള മെട്രിക്സ് ആണ് എന്ത് ഐഡന്റിറ്റി മെട്രിക്സ്. ടൈപ്സ് ഓഫ് മെട്രിക്സ് പഠിച്ചപ്പോ പറഞ്ഞിട്ടുള്ളതാ. അപ്പൊ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഈസ് സെഡ് ടു ബി സെഡ് ടു ബി ഇൻവേർട്ടിബിൾ. നമുക്ക് പറയാം എ ഈസ് ഇൻവേർട്ടിബിൾ ആണെന്ന് പറയാം. ഓക്കെ, ഇതിനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അതായത് എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഇൻവേർട്ടിബിൾ ആണ്, അതേപോലെ ബിയും ഇൻവേർട്ടിബിൾ ആണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം ഒരു എക്സാമ്പിൾ വെച്ചിട്ട്. ഓക്കെ, എ ഈക്വൽ ടു 2 3 1 2. ഓക്കെ, ബി ഈക്വൽ ടു 2 -3 -1 2. എ ബി ചെയ്യുമ്പോൾ എന്താ വരിക? മൾട്ടിപ്ലിക്കേഷൻ 2 × 2 4, 3 × -1 that is equal to -3. Then 2 × -3 -6, 3 × 2 that is equal to +6, 1 × 2 2, then 2 × -1 that is equal to -2, then 1 × -3 3 plus 2 × 2 4. ഇങ്ങനെ വരും. അപ്പൊ 4 - 3 that is equal to 1, -6 + 6 that is equal to 0, 2 - 2 that is equal to 0, -3 + 4 that is equal to 1. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ഐഡന്റിറ്റി മെട്രിക്സ് കിട്ടി. നമ്മൾ എന്താ പറഞ്ഞത്? ഇവിടുത്തെ കണ്ടീഷൻ എന്താണ്? ഇൻവെർട്ടിബിൾ ആവാനുള്ള എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ. നമുക്ക് എന്ത് കിട്ടി? എ ബി ഈക്വൽ ടു ഐ കിട്ടി. ഇനി ബി എ ഈക്വൽ ടു ഐ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഈസ് ദി ഇൻവെർട്ടിബിൾ ഓഫ് എ ഈസ് ഇൻവെർട്ടിബിൾ ആൻഡ് ബി ഈസ് ഇൻവെർട്ടിബിൾ. ഓക്കെ, ബി എ ചെയ്ത് നോക്കാം. ബി എ 2 -3 -1 2 ഏതായിട്ട് മൾട്ടിപ്ലൈ ഉണ്ട്? എ 2 3 1 2 ചെയ്യുമ്പോൾ 2 × 2 4, -3 × 1 -3, 2 × 3 6, -3 × 2 -6, -1 × 2 -2, 2 × 1 ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടാവും, ഓൾറെഡി അറിയുന്നതാണ്. -1 × 2 -2, 2 × 1 +2, then -1 × 3 -3, 2 × 2 +4. So BA 4 - 3 that is equal to 1, 6 - 6 0, -2 + 2 that is equal to 0, -3 + 4 that is equal to 1. നമുക്ക് എന്ത് കിട്ടി? ബി എയും ഐ കിട്ടി, എ ബി ഐ കിട്ടി. അപ്പൊ നമുക്ക് എന്ത് പറയാം? എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ. ഓക്കെ, ഇവിടെ നമുക്ക് എന്തൊക്കെ പറയാം? എ ഈസ് ദ എ ബി ഈക്വൽ ടു ഐ ആണ്. Hence, B is the inverse of A. B is the inverse of A. അതേപോലെ A is the inverse of B എന്നും പറയാം. ക്ലിയർ ആണോ? ഹലോ, ഹലോ.
Yes, sir. ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങള്? Yes, sir. അപ്പൊ ഇൻവേർട്ടിബിൾ ആവാനുള്ള കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. എ ബി ഈക്വൽ ടു ബി എ ഈക്വൽ ടു ഐ, ദെൻ എ ഇസ് ദി ഇൻവേർട്ടിബിൾ ഓഫ് ബി, അല്ല എ ഈസ് ഇൻവേർട്ടിബിൾ ആൻഡ് ബി ഈസ് ഇൻവേർട്ടിബിൾ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ, അതായത് മെട്രിക്സ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിലെന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടോ? നിങ്ങളൊന്ന് ജസ്റ്റ് ഫസ്റ്റ് മുതൽ ഒന്ന് നോക്കുക. ഒരു 3-4 മിനിറ്റ് ഞാൻ സമയം തരാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിറ്റർമിനൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഡിറ്റർമിനൻസ് കുറച്ച് കാര്യങ്ങളെന്ന് എടുക്കുന്നുള്ളൂ. ഒന്നാമത് നമുക്ക് കുറച്ച് സമയമുള്ളത് കൊണ്ടാണ്. അത് ഇനി എക്സാമിന് കുറച്ച് കാലമല്ലേ ഉള്ളൂ. അതായത് ഈ ഒരു മാസത്തിൽ മാത്സ് തീർക്കുകയാണെങ്കിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ എന്ത് ചെയ്യാം, ഇതിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കാം. അപ്പൊ അതാണ്, നിങ്ങൾ എന്താ ഈ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് നോക്കി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, അതായത് 9:10 അല്ലെങ്കിൽ 9:12 ആകുമ്പോഴേക്ക് നിങ്ങൾ ഒന്ന് നോക്കിയിട്ടൊന്ന് പറ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമുക്ക് ഡിറ്റർമിനൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. Okay, sir. ഹലോ.
നമുക്ക് എന്നാല് ഡിറ്റർമിനൻസ് സ്റ്റാർട്ട് ചെയ്താലോ? ഇത് നോക്കിയില്ലേ മെട്രിക്സസ്?